ഗുഡ് മോർണിംഗ്. എനിക്ക് 8-ാം മാസം വരെ ഇല്ലാതിരുന്നതും 9-ാം മാസം തുടങ്ങിയത് തൊട്ട് ഉണ്ടായിട്ടുള്ള ഇല്ലായ്മകളും വല്ലായ്മകളെയും പറ്റി ആയിക്കോട്ടെ ഇന്നത്തെ ചർച്ച. ആ വല്ലായ്മകളുടെ ലിസ്റ്റിൽ ടോപ്പ് 1 പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ ക്ഷീണം. നിന്നാ ക്ഷീണം, ഇരുന്നാ ക്ഷീണം, കിടന്നാ ക്ഷീണം എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് വേണ്ട, അത് കുറച്ച് കൂടിപ്പോയല്ലേ. കമ്മിങ് ടു ദ പോയിന്റ്. മുന്നേ ഒരു 7:30 ആകുമ്പോൾ എഴുന്നേറ്റുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഒരു 8:30, 8:40 ആയാലും എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. അതിന് വേറെ റീസൺ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാട്ടോ. എഴുന്നേറ്റ് വരുന്നത് തന്നെ സീറോ എനർജിയിലായിരിക്കും. അപ്പോൾ വിചാരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആവുമെന്ന്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല. പിന്നെ കിടക്കുക, അത് തന്നെ പണി. ഒരു 12 മണി വരെ ഈ ഒരു അസ്വസ്ഥതയും ക്ഷീണമൊക്കെ ഉണ്ടാവും എനിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഒരു പാത്തിലേക്ക് ഞാൻ പിന്നെ വരും. കാലാവസ്ഥേൻ്റെ പ്രശ്നമാണോ അതോ എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, എനിക്ക് എങ്ങനെയായാലും ഭയങ്കര ചൂടാണ്. എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കാനും തോന്നും. അത് പിന്നെ പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ സമയം തൊട്ട് ഡോക്ടർ പറഞ്ഞിരുന്നു നന്നായി വെള്ളം കുടിക്കണമെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു സമയം തൊട്ട് ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചത് തുടങ്ങിയതാണ്. ഇപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പം ദാഹം കൂടിയതുകൊണ്ട് കുറച്ചധികം കൂടി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ട്രെച്ച് മാർക്കിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. ഇപ്പോൾ 9-ാം മാസം ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ബേബീന് വെയിറ്റും അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ കൂടി ബേബി വളർന്നു വരികയാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എൻ്റെ ബെല്ലിയിലുണ്ട് കേട്ടോ ഇപ്പോൾ. പിന്നെ കിടക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇപ്പം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് മാത്രം തിരിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുറച്ച് സമയം ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുമ്പോൾ എനിക്ക് അപ്പം തന്നെ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം. അങ്ങനെ ഒരു രാത്രിയാകുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് മറിഞ്ഞും കിടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു 2-3 പ്രാവശ്യം യൂറിനും പാസ് ചെയ്യണം. 2-3 അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പോകുന്നത് എൻ്റെ ഉറക്കം കൂടെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 8:30 ആകുമ്പോൾ പോലും എനിക്ക് എഴുന്നേൽക്കാൻ രാവിലെ തോന്നുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ വേറൊന്നും കൂടെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ 2 റീസണും കൂടിയാണ് കേട്ടോ. രാത്രി വരേക്കും ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കാനും തോന്നില്ല. അയൺ ടാബ്ലറ്റ് എടുക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ വരാത്ത സ്ഥലങ്ങളില്ല. കഴുത്തിന് ചുറ്റും, അണ്ടർ ആംസിലും, അങ്ങനെ അങ്ങനെ. ഇനി അതൊക്കെ പോവോ അതോ ടെമ്പററി ആയിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതുവരെ എനിക്ക് ബാക്ക് പെയിനിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ, അത് പിന്നെ അങ്ങനെയല്ലേ, വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചല്ലേ വരത്തുള്ളൂ. പിന്നെ എനിക്ക് രാത്രിയാകുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് നെഞ്ചരിച്ചൽ എന്ന് പറയുന്നത്. അതായത് ഹാർട്ട് ബേണിങ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് രാത്രി 2-3 പ്രാവശ്യം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യേണ്ടി വന്നാലും അതേപോലെ തന്നെ ചെരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഉറക്ക് പോകുന്നു. ആ ഒരു സമയത്താണ് കേട്ടോ എനിക്ക് ഈ ഹാർട്ട് ബേണിങ് ഉണ്ടാകുന്നത്. എനിക്ക് അറിയുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കുടിക്കാതെ പിന്നെ രക്ഷയില്ലല്ലോ. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. ഇത് തന്നെയാണ് രാത്രി എൻ്റെ പണി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് രാത്രി ഫുഡ് നമുക്ക് ആ ഒരു രീതിക്ക് ലൈറ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ നെഞ്ചരിച്ചിൽ ഉണ്ടാവില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്ങനെ കഴിച്ചു കഴിഞ്ഞാലും രാത്രി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും, അതായത് 2 മണിയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഉറക്കം ഞെട്ടി കഴിയുമ്പോൾ ഇത് എവിടുന്നാണ് വരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഇപ്പോൾ 1 വീക്ക് ആയിട്ടുണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് കേട്ടോ, എൻ്റെ വജൈനൽ ഏരിയയിലേക്ക് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ. കിടന്ന് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇരുന്ന് കഴിഞ്ഞിട്ടോ ഒന്ന് എഴുന്നേൽക്കുന്ന സമയത്താണ് എനിക്ക് ആ ഒരു ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നത്. പക്ഷേ അതധികം ലാസ്റ്റ് ചെയ്തില്ല. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുമ്പോഴേക്കും അത് മാറുകയും ചെയ്യും. പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാകുമ്പോഴേക്കും ഇങ്ങനെ ചില സിംറ്റംസ് ഒക്കെ കാണും എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ അത്ര വലിയതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. 8 മന്ത് കംപ്ലീറ്റ് ആയി 9 മന്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഞാൻ എൻ്റെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോളൂ, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഡോക്ടർ 2-3 എക്സസൈസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം നടത്തം തന്നെയാണ്. നമുക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നടത്തം തന്നെയാണ്. നടത്തം എനിക്കങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന സമയത്ത്, അതായത് കല്യാണത്തിൻ്റെ മുന്നേ നമ്മൾ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാക്കിംഗ് സവാരിക്ക് പോകാറുണ്ടായിരുന്നു ചുമ്മാ. അതൊരു ശീലമായിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നടക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ടിങ് സമയം തൊട്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊക്കെ നടക്കുമായിരുന്നു. ഓവറായിട്ടല്ലെങ്കിലും ചെറുതായിട്ടൊന്ന് ഞാൻ എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എന്നുള്ള രീതിയിൽ മുന്നേ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് നടക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ എക്സസൈസാണ് സ്ക്വാട്ടിങ് എക്സസൈസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കാല് രണ്ടും ചെറുതായിട്ടൊന്ന് അകത്തി വെച്ചിട്ട് പതിയെ ഇരുന്ന് പതിയെ എഴുന്നേൽക്കുന്ന ഒരു പ്രോസസ്സ്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നമുക്ക് എന്തിൻ്റെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ടോ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. ഒരു 15 സ്ക്വാട്ട്സൊക്കെ ചെയ്തോ എന്നായിരുന്നു എന്നോട് ഡോക്ടർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂന്നാമത്തെ എക്സസൈസാണ് ബട്ടർഫ്ലൈ എക്സസൈസ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തിരിക്കുക, നമ്മുടെ നട്ടെല്ല് നേരെയാക്കി വെച്ചിട്ട്
എന്നിട്ട് കാല് രണ്ടും അകത്തി വയ്ക്കുക. നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ പോലെ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ പെരുവിരലിൽ കൈ കൊണ്ട് രണ്ടും പിടിക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈ പറക്കുന്ന പോലെ കാല് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. ഈ 3 എക്സസൈസായിരുന്നു എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ. പിന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടറോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് എന്താണോ അത് ചെയ്യുക. കാരണം നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, നമ്മളെക്കാൾ പിന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഡോക്ടേഴ്സിനാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് അവർ തന്നെ നമുക്ക് പറ്റിയ എക്സസൈസും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. അത് അവർ തന്നെ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്നുള്ളതും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെയിനായിട്ടും ഈ രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു എക്സസൈസും കൂടെ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്കിപ്പോൾ തോന്നാറ്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. സ്ക്വാട്ടിങ്ങും ബട്ടർഫ്ലൈയും ഡെയിലി ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നടത്തം ഒരിക്കലും മിസ് ചെയ്യാറില്ല. അതൊരു ഡെയിലി 1 അവർ ഒക്കെ നടന്നോളാനാണ് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 1 അവർ ഒരുമിച്ച് നടക്കാനല്ല കേട്ടോ, ഓരോ ഇൻ്റർവെല്ലായിട്ട്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞിട്ട്, ഡിന്നർ കഴിഞ്ഞിട്ട്, അങ്ങനെ ഓരോ ഇൻ്റർവെല്ലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈം വെച്ചിട്ട് അതൊരു 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി നമ്മുടെ നടത്തം. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ട്രെച്ച് മാർക്ക് അല്ലാതെ എൻ്റെ ബോഡിയിലുണ്ടായ വേറൊരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊക്കിൾ കൂടി തള്ളി വന്ന് നിൽക്കുന്നത്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവാറില്ല, നോർമലായിട്ട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊക്കിൾ കൂടി കുറച്ച് തള്ളി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു സമയത്ത് വരാൻ ചാൻസുള്ള വേറൊരു സാധനമാണ് നീര് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാലിലൊന്നും ഇതുവരെ നീര് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും വരുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് ഏകദേശം 37 വീക്സ് കംപ്ലീറ്റ് ആയി. ഇത് ഇന്നേക്ക് 38 ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്ന് വരെ എനിക്ക് നീര് എന്ന് പറയുന്ന സംഭവം വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ 39ഓ 40ഓ അങ്ങനെയൊക്കെ, അതുവരെ ഡെലിവറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് നീര് വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ എൻ്റെ ഫേസ് കുറച്ചൊന്ന് തടിച്ചതുപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരൊക്കെയോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീരാണോ ഫേസിൽ എന്നുള്ളത്. പക്ഷേ അത് നീരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ബോഡി വെയ്റ്റും നന്നായിട്ട് കൂടി. ഏകദേശം 14 കിലോ ഞാൻ ഇനീഷ്യൽ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇപ്പോൾ ഈ ഒരു സമയത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള എൻ്റെ ചേഞ്ചസ് ഫേസിലും കാണുമല്ലോ. ഞാൻ വിചാരിക്കുന്നു ആ ഒരു തടിയായിരിക്കണം എൻ്റെ മുഖത്തും കാണുന്നതെന്ന്. പിന്നെ നീരൊക്കെ വന്നാൽ തന്നെ ഈ ഒരു സമയത്ത് മാത്രമേ അതുണ്ടാവുള്ളൂ. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോകുമെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നീര് വന്നാലും വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പ്രഗ്നൻസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന വേറൊരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ വേറൊരു സിംറ്റമാണ് ഈ വയറിങ്ങനെ വലിഞ്ഞു മുറുകയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ലൂസാവുകയും തോന്നുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അതെന്നോട് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം. ഞാനോരോ വീഡിയോസും അതേപോലെ തന്നെ ആ ഡോക്ടർ പറഞ്ഞ സമയത്തും ഇങ്ങനെ ആലോചിച്ചു, അതെങ്ങനെയാണ് ഈ വലിഞ്ഞു മുറുകിയിട്ട് പിന്നെ ലൂസാവുന്നത്, അങ്ങനെ ഒരു സംഭവം അതെങ്ങനെയാണ്. ചിലപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ ബോഡി പെയിൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും ഒക്കെ വേഗത്തിൽ നമുക്ക് പണ്ടത്തെ പോലെ നടന്നങ്ങ് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 8ാം മാസം വരെ എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടൊന്നും, ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എനിക്ക് തുടങ്ങിയത് 9ാം മാസം ആയപ്പോഴേക്കാണ് കേട്ടോ. മെയിനായിട്ട് എനിക്ക് വരുന്നത് ക്ഷീണവും മടിയാണ്. അത് കാരണം എനിക്കൊന്നും കാര്യമായിട്ട് ചെയ്യാനും കൂടെ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വല്ലായ്മകളെന്ന് പറയുന്നത് ഈ ഒരു മാസത്തിൽ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നുമില്ല. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വല്ലായ്മകളുള്ള ആൾക്കാരും ഉണ്ടാവും. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ അത് പൂർത്തിയാക്കാതിരിക്കാൻ വയ്യല്ലോ അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഇനി 2-3 വീക്ക് കൂടെ ഉള്ളൂ എന്ന് ആലോചിക്കും ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. കാരണം എത്ര പെട്ടെന്ന് സമയം പോയത്. വല്ലായ്മകളുടെ അടുത്ത ചാപ്റ്റർ ഇനി ഇവിടെ തുടങ്ങാൻ പോവാണ്. എനിക്ക് കിടക്കാനുള്ള സമയമായി. അപ്പം ഇനി എന്തായാലും നമുക്കിനി ഒരു അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ. അതുവരേക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.